അതുപോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയും പറയും, ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു അഭിപ്രായം പറയും. രണ്ടഭിപ്രായം ഇല്ല, ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു പദ്ധതി അവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതിൻ്റെ പ്രയാസങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആക്കി നിൽക്കുകയാണ് എന്നുള്ളത് നിയമസഭയിൽ തന്നെ അവർ പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് കിട്ടാതാവും, അപ്പം ഞങ്ങൾ ഒപ്പിട്ടതാണ്. എന്നാൽ അതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഫണ്ട് കിട്ടാതാവുന്നത് കൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടതാണ്. ഒപ്പിട്ടു എന്നുള്ളത് അവരാണ് ഒപ്പിട്ടത്. ഇനി ഇന്ന് ഊരണം എങ്ങനെയാണെന്ന് സബ് കമ്മിറ്റി പറയണം. അതല്ല, കേരളത്തിൽ അവർ പറയുന്ന കണ്ടീഷൻസ് ഒന്നും പാലിക്കാതെ വല്ല മാർഗമുണ്ടോ എന്നുള്ളത് നോക്കണം. ഒരു നിലക്കും അവർ പറഞ്ഞ കണ്ടീഷനൊന്നും പാഠ്യപദ്ധതിയിലോ സ്കൂൾ സെലക്ഷനിലോ കേരളത്തിൽ നടപ്പാവാൻ പോകുന്നില്ല. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ എന്ത് വേണം എന്ന് ഞങ്ങൾ അപ്പം തീരുമാനിക്കും, പറയും. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത 101% ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു സംഭവം, ഒരു ചർച്ച അവിടെ ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ വേറെ അഭിപ്രായം പറഞ്ഞു, മറ്റു കോൺഗ്രസ് 100% ഇല്ലാത്ത വാർത്തയാണ്. ചോദ്യം: PM ശ്രീയിൽ ഒപ്പിട്ടത് ആരാ? പിണറായി വിജയൻ. PM ശ്രീയിൽ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്തിനാ? അത് നടപ്പിലാക്കാൻ. ഒരു പദ്ധതിയിൽ ഒപ്പിടുന്നത് എന്തിനാ? സ്വാഭാവികമായിട്ടും അത് നടപ്പിലാക്കാൻ. ഒപ്പിട്ടതിന് ശേഷം പദ്ധതിയിൽ നിന്നും ആനുകൂല്യങ്ങൾ പറ്റിയതാരാ? സഖാവ് പിണറായി വിജയൻ സർക്കാർ. എന്നിട്ടിപ്പോ കിടന്ന് മോങ്ങുന്നത്, ഇപ്പൊ കിടന്ന് മെഴുകുന്നത്, ഇപ്പോ പേപ്പട്ടികൾ കുരക്കും പോലെ കുരച്ചുകൊണ്ടിരിക്കുന്നത് ആരാ? അതും പിണറായി വിജയനും കൃമികീടങ്ങളും അല്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ കൃത്യമായി, അതിനേക്കാളൊക്കെ ഉപരി വളരെ സ്പഷ്ടമായി, ഇതാണ് ഈ ചാണക്യൻ എന്ന് പറയുമ്പോൾ ആ വാക്കിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചു. അല്ലേ? ഇവിടെ എന്താ സംഭവിക്കും? ഇവിടെ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഇതിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ, ഇതിൽ പിണറായി വിജയനുണ്ട്, ശിവൻകുട്ടിയുണ്ട്, ജോൺ ബ്രിട്ടാസ് ഉണ്ട്. അവിടെ തീരുമോ? അവിടെ തീരൂല. പിന്നെ ഇങ്ങോട്ട് കൃമികീടങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. ഇവരൊക്കെ ഉണ്ട് ഇതിൽ. വിറയലുള്ള ശിവൻകുട്ടിയെ കൈപിടിച്ചു കൊണ്ടുപോയി PM ശ്രീയിൽ ഒപ്പിടിച്ചത് അത് ബ്രിട്ടാസ് അല്ലേ? ഞങ്ങൾക്ക് വേറെ വഴിയില്ല, ഞങ്ങൾ പണത്തിന് വേണ്ടി, ഫണ്ടിന് വേണ്ടിയാണ് ഒപ്പിട്ടത് എന്ന് ഞങ്ങൾ നിർബന്ധിതരായതാണ്. എന്നിട്ട് കണക്കൊക്കെ പറഞ്ഞത് അശ്ലീലം റഹീം. ഇനി പിണറായി വിജയൻ ഒപ്പിടാൻ പോകുമ്പോഴും ഒപ്പിട്ട് കഴിഞ്ഞ് വന്ന് ക്യാബിനറ്റ് മീറ്റിങ്ങിൽ CPIയുടെ മന്ത്രിമാരെ പൊട്ടന്മാരാക്കുമ്പോഴും ഉള്ളുകൊണ്ട് ചിരിച്ച വ്യക്തിയുണ്ട്. ആരാണത്? P രാജീവ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും PM ശ്രീയുമായി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന ആളുകൾ ഇന്ന് കുരച്ചുകൊണ്ടിരിക്കുക. ഇനി ഈ PM ശ്രീക്ക് എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല എന്ന് ഒപ്പിട്ട ശിവൻകുട്ടി പറയുന്നു അല്ലേ? ഞാൻ എൻ്റെ നിലപാട് മാറ്റി, NEPയോടുള്ള എൻ്റെ സമീപനം ഞാൻ മാറ്റി, അതൊക്കെ പണ്ടത്തെ കാര്യം, ഇപ്പം ഞാൻ അങ്ങനെയല്ല എന്ന് ഒപ്പിട്ട് വന്നിട്ട് ശിവൻകുട്ടി പറയുന്നു. ശിവൻകുട്ടി തന്നെ പറയുന്നു ഒരു കുഴപ്പമില്ല. അപ്പം എന്താണ് ഇപ്പം ഇതിൻ്റെ ഇപ്പം നിലവിലെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ ഒപ്പിട്ടത്. ഒരു കുഴപ്പമില്ലാതെയാണല്ലോ ഫണ്ട് വാങ്ങിയത്. ഒരു കുഴപ്പമില്ല, ഇത് നിർബന്ധിതരായതാണെന്ന് ആര് പറയുന്നു? അശ്ലീലം റഹീം പറയുന്നു. ഈ കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് ബ്രിട്ടാസ് കൈപിടിച്ച് കൊണ്ടുപോയി ഒപ്പിടിച്ചത്. ഇനി അന്ന് കുഴപ്പമുണ്ടായിരുന്നു, ഇപ്പോൾ ഒപ്പിട്ടപ്പോൾ കുഴപ്പമില്ല എന്ന് ആര് പറയുന്നു? ശിവൻകുട്ടി പറയുന്നു. അപ്പം എനിക്ക് മനസ്സിലാവാത്തത്, ഈ ഒപ്പിട്ടപ്പോൾ ഇല്ലാത്ത കുഴപ്പം ഇപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായോ? ഒപ്പിട്ടപ്പോൾ ഇല്ലാത്ത കുഴപ്പം ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എത്ര ചിന്തിച്ചിട്ടും അതിൻ്റെ ഒരു കുട്ടൻസ് പിടി കിട്ടുന്നില്ല. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ വളരെ കൃത്യമാണ്. അതല്ലെങ്കിൽ തന്നെ ഈ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, BJP അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ്റുകളെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ട് ഗവർണർമാരുടെ രൂപത്തിൽ ആളുകളെ പറഞ്ഞു വിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇത്തരമൊരു പദ്ധതിയിൽ അംഗമായതിന് ശേഷം അതിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ സർക്കാരിന് പിന്നീട് ഉണ്ടാകും? ഒന്നാമത്തെ കാര്യം ഉറപ്പല്ലേ? ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയോ? പക്ഷേ ഈ നിർബന്ധിതരായി ഒപ്പിട്ടു എന്ന് പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ്?
ഈ നിർബന്ധിതരായി ഒപ്പിടാൻ വേണ്ടി നിർബന്ധിതരായെങ്കിൽ അത്രമാത്രം ഇടങ്ങാറാക്കിയിട്ടുണ്ടാവുമല്ലോ, ഉണ്ടാവില്ലേ? അല്ലേ? സഹിക്കാൻ പറ്റാതെ ഗതികെട്ട് പോയി ഒപ്പിട്ടതാണ് എന്നാണല്ലോ ഭാഷ്യം. അപ്പോൾ ആ ഗതികെടാൻ മാത്രമുള്ള ഉപദ്രവം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് പിൻവാങ്ങിയാൽ യാതൊരുവിധ കുഴപ്പമുണ്ടാവില്ല എന്നാണ് നിങ്ങൾ പറയണത്. പിണറായി വിജയൻ്റെ തീട്ടിൽ നിന്നവർക്ക് വേണേൽ അത് പറയാം. അരിയാഹാരം കഴിക്കുന്നവനത് പറയാൻ കഴിയോ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഏറ്റവും വലിയ വിഷയം, ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു അടിസ്ഥാനം ഞാൻ പറയുന്നു, വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഈ വിഷയത്തിൽ UDF സർക്കാർ ഒരു രീതിയിലുള്ള ഒരനക്കം, ഒരു എന്താ പറയേണ്ടത്, ഒരു സ്റ്റെപ്പ് പോലും PM ശ്രീയിൽ മുന്നോട്ട് വെച്ചിട്ടില്ല, പിന്നോട്ടും വെച്ചിട്ടില്ല. UDF സർക്കാർ മെയ് 18 അധികാരമേൽക്കുമ്പോൾ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ നിൽക്കുക. മനസ്സിലായില്ലേ? ഇനി മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്നുള്ളതിനെ കുറിച്ച് ഉപസമിതി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉപസമിതി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ UDF സർക്കാർ ഒരടി മുന്നോട്ടും വെച്ചിട്ടില്ല, ഒരടി പിന്നോട്ടും വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കേരളം ഇതിൻ്റെ ഭാഗമല്ലേ എന്നാണോ? അല്ല, ഭാഗമാണ്. അല്ലേ? കേരളം ഇതിൻ്റെ ഭാഗമല്ലേ? ആണ്. എങ്ങനെ ഭാഗമായി? എങ്ങനെയാ? ഇപ്പം ഈ PM ശ്രീ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ PM ശ്രീ എന്ന് പറയുന്ന ഇപ്പം ഈ ചർച്ച ഇവിടെ ഉണ്ടാകാനുണ്ടായ കാരണം, UDF സർക്കാർ മുന്നോട്ട് പോകും അല്ലെങ്കിൽ പിന്നോട്ട് പോകും എന്നൊക്കെയുള്ള ചർച്ച വരാനുണ്ടായ കാരണം എവിടെ നിന്നാ? പിണറായി വിജയൻ ഗവൺമെൻറ് ഒപ്പിട്ടതിൽ നിന്ന്, അല്ലേ? കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻറ്റ്, ഒരു MOUയിൽ ഒപ്പിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകളൊക്കെ ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം, തുടക്കം, സ്രോതസ്, ഇങ്ങനെ ഒരു വള്ളിക്കെട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചത് തന്നെ ആരാ? പിണറായി വിജയൻ ഗവൺമെൻറ്. അല്ലെന്ന് പറയാൻ കഴിയുമോ? അല്ലേ? ഇപ്പം ഈ ഒപ്പിട്ട് വന്നിട്ട് മാധ്യമങ്ങളെ കണ്ട് ഞാൻ സമീപനം മാറ്റി PM ശ്രീക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ച് ശിവൻകുട്ടി ഇന്ന് പറയാ കുഴപ്പമുണ്ടെന്ന്. അതെങ്ങനെ ശരിയാണ്? കസേരമെന്ന് ഇറങ്ങിയപ്പോഴാണോ ശിവൻകുട്ടിക്ക് മനസ്സിലാവുന്നത് ഇതിൽ കുഴപ്പമുണ്ടെന്ന്? അങ്ങനെയല്ലല്ലോ വേണ്ടത്. ശിവൻകുട്ടി ഇറങ്ങിയത് അയാളുടെ വീട്ടിൽ അയാൾ അധ്വാനിച്ച് പണിയെടുത്ത് ഉണ്ടാക്കിയ പൈസക്ക് വാങ്ങിയ ഒരു കസേര, ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയതല്ല. കേരളത്തിൻ്റെ ഭരണകർത്തത്തിൽ മുഖ്യമന്ത്രി, കേരള ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേരയിൽ നിന്നാണ് ശിവൻകുട്ടി എഴുന്നേറ്റ് പോയത്. എഴുന്നേപ്പിച്ച് വിട്ടത്. അപ്പോൾ ആ കസേരയിൽ നിന്ന് എഴുന്നേപ്പിച്ച് വിടുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുക, കസേരയിൽ ഇരിക്കുമ്പോൾ ആ ഏർപ്പാട് ശരിയാവില്ലല്ലോ. അപ്പം അങ്ങനെ ഇപ്പം ശിവൻകുട്ടിക്ക് ഇതിന് പ്രശ്നമുണ്ട് എന്നാണ് ശിവൻകുട്ടിയുടെ വാദമെങ്കിൽ, ഈ പ്രശ്നത്തിൻ്റെ എല്ലാ അടിസ്ഥാന കാരണക്കാരൻ ശിവൻകുട്ടിയാന്ന് പറഞ്ഞാൽ ശിവൻകുട്ടി ഉണ്ട്, പിണറായി വിജയനുണ്ട്, ജോൺ ബ്രിട്ടാസ് ഉണ്ട്, AA റഹീം ഉണ്ട്, P രാജീവ് ഉണ്ട്, അങ്ങനെ എല്ലാ അശ്ലീലങ്ങളുമുണ്ട്. എല്ലാ ക്രിമികീടങ്ങളും ഇതിൻ്റെ ഉത്തരവാദികളാണ്. അല്ലേ? ആണോ അല്ലയോ? അങ്ങനെയല്ലടോ. നിങ്ങൾ എന്താ ഇതിപ്പോൾ ഒരു ഗവൺമെൻറ്റും എന്നല്ല, ഒരു രണ്ട് ആളുകൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് കൂട്ട്. നിങ്ങൾ അവിടെ ഒരു മോഡറേറ്റർ ആണെന്ന് കൂട്ട്, ഒരു മീഡിയേറ്റർ ആണെന്ന് കൂട്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ ഇത് എവിടെ നിന്ന് തുടങ്ങുന്നു? പിണറായി വിജയനിൽ നിന്ന് തുടങ്ങുന്നു, അല്ലേ? ആണല്ലോ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഇങ്ങനെ ഒരു ഒപ്പിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമോ? ഇങ്ങനെ ഒപ്പിട്ടത് കൊണ്ടാണല്ലോ മുന്നോട്ട് പോകുമോ പിന്നോട്ട് പോകുമോ എന്നുള്ള ചോദ്യം തന്നെ വരുന്നത്. ഈ ഒപ്പിട്ടില്ലെങ്കിൽ മുന്നോട്ടോ പിന്നോട്ടോ എന്നുള്ള ചോദ്യം ഉണ്ടാകുമോ? അടിസ്ഥാനം എന്താണ്? വളരെ കൃത്യമല്ലേ? ഇനി ഇപ്പം പിണറായി വിജയനും കൂട്ടരും എല്ലാവരെയും കബളിപ്പിച്ച് മുന്നണിയെ, അഖിലേന്ത്യാ സെക്രട്ടറിയെ, സംസ്ഥാന സെക്രട്ടറിയെ, പാർട്ടിയെ, CPIയെ, ഘടകകക്ഷിയെ, മുന്നണി LDFനെ, അങ്ങനെ എല്ലാവരെയും കബളിപ്പിച്ച് ചെന്ന് ഒപ്പിട്ടു. അപ്പോൾ ആ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 മാസം സമയം കിട്ടി. ഈ ഒപ്പിട്ട് കഴിഞ്ഞ് ഒരു ദിവസം ഇത് ഒളിപ്പിച്ച് വെച്ചത്, രഹസ്യമാക്കി വെച്ചത്, ഒരു ദിവസം ഇത് പുറത്തേക്ക് വരികയാണ്.
ആ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടും ഒരു 5 മാസം സമയം കിട്ടി. ഈ 5 മാസ സമയത്തിൽ എന്തേ ഇതിൽ നിന്ന് പിന്മാറാതിരുന്നത്? ഒപ്പിട്ടപ്പോൾ ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ കസേര പോയപ്പോൾ പ്രശ്നമാവുന്നത് എങ്ങനെയാ? ഇനി പ്രശ്നമാണെങ്കിൽ എന്തേ ഈ 5 മാസം കൊണ്ട് ഇതിൽ നിന്ന് പിൻവാങ്ങിയില്ല? PM ശ്രീ അത് എല്ലാ അർത്ഥത്തിലും ഈ പറയുന്ന കേരളത്തിനൊരു ഊരാക്കുടുക്കാക്കി മാറ്റിയത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ മാക്സിമം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണല്ലോ ഈ RSSൻ്റെ ക്രിമിനലുകളെ ഇങ്ങോട്ട് ഗവർണർമാരാക്കി പറഞ്ഞു വിടുന്നത്. ഈ ഒപ്പിട്ട പദ്ധതിയിൽ നിന്ന് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് കേരളം പിന്മാറിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നരേന്ദ്രമോദിയും കൂട്ടരും മിണ്ടാതെ ഓക്കെ ഇല്ലെങ്കിലില്ല പോട്ടെ ശരി പുറത്ത് തട്ടിയിട്ട് പൊക്കോ എന്ന് പറയോ? കേരളത്തോട് അങ്ങനെ പറയോ? പിന്നീട് അങ്ങോട്ട് പ്രതികാര ബുദ്ധിയോടുള്ള സമീപനങ്ങളായിരിക്കൂലേ കേരളത്തോടുണ്ടാവുക. അപ്പോൾ ഈ കഴിച്ചിട്ടാണെങ്കിൽ അങ്ങോട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് അങ്ങോട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചത് ആരാണ് ഇതിന് ഉത്തരവാദികൾ? അല്ലേ? ലീഗിൻ്റെ നിലപാട് ഇതിൽ വളരെ കൃത്യമാണ്. അത് കുഞ്ഞാപ്പ വളരെ കൃത്യമായിട്ട് ഷാർപ്പ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കുഞ്ഞാപ്പ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആൻഡ് ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ ഈ പറയുന്ന UDF ഗവൺമെൻറ്, VD സതീശൻ ക്യാബിനറ്റ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചോ പിന്നോട്ട് പോകുന്നതിനെക്കുറിച്ചോ ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല. ഇതിലാകെ UDF ഗവൺമെൻറ് എടുത്തൊരു തീരുമാനം ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപസമിതി, ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ ഉണ്ടാക്കിയിട്ട് അവരതിന് പഠിക്കാൻ വേണ്ടി നിയോഗിച്ചു. ഇതാണ് ഇതിൽ UDF ഗവൺമെൻറ്റിൻ്റെ പാർട്ടെന്ന് പറയുന്നത് PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ട്. ഇതിനപ്പുറം ഈ കരാറുമായിട്ടോ കരാറിൻ്റെ നടത്തിപ്പുമായിട്ടോ ഇതിൻ്റെ പദ്ധതി പ്രാവർത്തികമാക്കലുമായിട്ടോ ഒരു വിഷയത്തിലും UDF സർക്കാർ ഒരു ഇഞ്ച് മുന്നോട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഊരാക്കുടുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഈ കാര്യങ്ങളിൽ കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചത് ആരാണ്? പിണറായി വിജയനും കൂട്ടരുമാണ്. ആ കൃമികീടങ്ങൾ ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പിടാൻ കൈപിടിച്ച് കൊണ്ടുപോയവർ, ശിവൻകുട്ടിയുടെ വിറയൽ കാരണം തനിച്ചു നടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കൈപിടിച്ച് നടത്തി കൊണ്ടുപോയ ആളുകൾ ഇന്ന് കുറച്ചുകൊണ്ടിരിക്കുക അല്ലേ? വെരി ക്ലിയർ അല്ലേ? ഇപ്പോൾ പിന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി പറഞ്ഞ ഒരു വാക്ക് എന്താണ്? PM ശ്രീയിൽ ആർക്ക് വേണമെങ്കിലും പിൻവാങ്ങാം. അതാണ് ഇപ്പോഴത്തെ വാർത്ത. ശരി, ഈ സഹമന്ത്രി ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. പിൻവാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല, പിൻവാങ്ങാം. പക്ഷെ പിൻവാങ്ങിയാൽ ഈ പറയുന്ന ഒരു വിധത്തിലുള്ള ഫണ്ടും അവൈലബിൾ ആകില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്യമായ മുന്നറിയിപ്പാണ്. സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട പല ഫണ്ടുകളും ഇതിൻ്റെ പേരിൽ തടഞ്ഞു വെക്കും എന്നുള്ളത് വളരെ കൃത്യമായി വളരെ ഷുവറായിട്ട് പ്രതിപാദിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യും ഇനി? അതാണ് ഞാൻ പറഞ്ഞ് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് അങ്ങോട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ ഗതികേട്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കേരളത്തെ കൊണ്ടു ചെന്നെത്തിച്ചതിന് കാരണക്കാരെന്ന് പറയുന്നത് പിണറായി വിജയനും ശിവൻകുട്ടിയും, പിന്നെ കൈപിടിച്ച് കൊണ്ടുവരും, പാലമിട്ടവരും, പിന്നിൽ നിന്ന് താങ്ങിയവരും, ഷോൾഡറിൽ പിടിച്ച ആളുകളും ഒക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് കാരണക്കാരൻ അത് പിണറായി വിജയൻ മാത്രമാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു പിണറായി വിജയൻ്റെ അഡീഷണൽ സെക്രട്ടറിയുടെ വാക്കുകളുണ്ട്. പിണറായി വിജയന് മുകളിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു സമ്മർദ്ദം? സമ്മർദ്ദം മറ്റൊന്നുമല്ല, വീണയെയും വിവേകിനെയും പിടിച്ചു തൂക്കി അകത്തിടും, ഒപ്പിട്. പിണറായി വിജയൻ എന്ത് തീരുമാനിച്ചു? എന്നാൽ പിന്നെ എൻ്റെ മക്കളവൽ അങ്ങ് പിടിച്ചു കൊണ്ടുപോട്ടെ, കുഴപ്പമില്ല, ഞാൻ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വേണ്ടി നിൽക്കുക എന്ന് തീരുമാനിച്ചോ? ഇല്ലല്ലോ. മറിച്ച്
മക്കളെ തൂക്കിയെടുത്ത് അകത്തിടാതിരിക്കാൻ വേണ്ടി കേരളത്തെ വഞ്ചിച്ചു പിണറായി വിജയൻ. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ അത്രയും തുടങ്ങുന്നത്. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്നിട്ടും ഈ പിണറായി വിജയന്റെ വാണങ്ങൾ, കൃമികീടങ്ങൾ ഇപ്പോഴും കുരച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്.